ദൈവം ഇടയാക്കിയ വൻകൃപകളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട ഹാർട്ട്ലി പാസ്റ്റർ ആയിരുന്നു. അല്പം മുമ്പ് ഞങ്ങൾ ഈ കാര്യങ്ങളെപ്പറ്റി, ക്രമീകരണങ്ങളെപ്പറ്റി സംസാരിച്ചു. എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മകൾക്ക് പനി കൂടിയെന്ന് ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചു പറയുകയും അദ്ദേഹം മകളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പെട്ടെന്ന് പോകേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാവരും ആ കർത്താവിൻ്റെ ദാസൻ്റെ മകളെ ഓർത്തും പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഈ രാത്രിയിൽ തലകളെ വണക്കാം. ഇന്ന് നടക്കേണ്ടതായ ശുശ്രൂഷകളെല്ലാം നിറവടിയായി നടക്കേണ്ടതിനായി, അതിനായി ദൈവദാസന്മാരെ ദൈവം ശക്തമായി ഉപയോഗിക്കേണ്ടതിനായി, പ്രാർത്ഥനാദിനിയുടെ ആഗോള വ്യാപകമായ പ്രവർത്തനങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആലപ്പുഴ ചാപ്റ്ററിൻ്റെ പ്രവർത്തനം ഇന്ന് അനുഗ്രഹീതമായ രീതിയിൽ ആരംഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ പ്രവർത്തനങ്ങളെ ഓർത്തും നമ്മുടെ വിവിധ ചാപ്റ്ററുകളെ ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സന്ധ്യാസമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാധ്വനി കേരള ചാപ്റ്ററിന്റെ പ്രാർത്ഥനാ സംഗമമായി ഞങ്ങൾക്ക് ചേർന്ന് വരുവാനും അനേക വിഷയങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുമായിട്ട് കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തിനായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി കർത്താവെ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ കർത്തദാസൻ ഇതിൽ പാമ്പാടിയെ ദൈവം ബലപ്പെടുത്തണമേ. കർത്താവെ, പ്രാർത്ഥനാ വിഷയങ്ങൾ സന്നിധിയിൽ കർത്താവെ പറഞ്ഞ് അതിന് നേതൃത്വം നൽകി പ്രാർത്ഥനയ്ക്കായി മറ്റുള്ളവരെ ഒരുക്കുവാൻ പ്രിയ അനീഷ് പാസ്റ്ററെ ദൈവം ബലപ്പെടുത്തണമേ. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കർത്താവിൻ്റെ ദാസൻ രാജു പാസ്റ്ററിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. മറ്റു മീറ്റിങ്ങിലായിരിക്കുന്ന പ്രിയ ബെൻസൺ പാസ്റ്റർ, ജോജു പാസ്റ്റർ, കർത്താവെയും അതുപോലെ മറ്റ് പ്രിയപ്പെട്ടവരെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. സഹോദരി സഹോദരങ്ങളെ ഓർക്കുന്നു. പ്രാർത്ഥനാധ്വനി സ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഹാർട്ട്ലി പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. വളരെ ആഗ്രഹത്തോടെ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചെങ്കിലും എൻ്റെ മകൾക്ക് പെട്ടെന്നുണ്ടായ ആ ബുദ്ധിമുട്ട് കർത്താവെ അതുമൂലം തടസ്സപ്പെട്ടല്ലോ. പൈതലിനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് തന്നെ യാത്രയിലായിരിക്കുന്നു. ക്ഷേമത്തോടെ കടന്നു പോകാനും പൈതലിൻ്റെ ശരീരമായ എല്ലാ ബലഹീനതകളുടെ മേലും ദൈവത്തിൻ്റെ ആശ്വാസവും വിടുതലും ലഭിക്കുവാനും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ പ്രാർത്ഥന കഴിഞ്ഞ വിവരങ്ങൾ അറിയുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിച്ചെന്ന് പറയുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളുള്ള കർത്താവ് സംഗീത ശുശ്രൂഷയൊക്കെ ദൈവം അനുഗ്രഹിക്കേണ്ടമേ. കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുടർന്ന് അല്പസമയം നമ്മൾ ദൈവത്തെ പാടി ആരാധിക്കുവാനായിട്ട് സമയത്തെ വേർതിരിക്കുകയാണ്. ദയവായിട്ട് ഈ ശുശ്രൂഷ ചെയ്യുന്ന ആളൊഴികെ ബാക്കി എല്ലാവരും നിങ്ങളുടെ ഡിവൈസുകൾ മ്യൂട്ട് ചെയ്ത് ഈ ശുശ്രൂഷയോട് സഹകരിക്കണം. അല്ലെങ്കിൽ മറ്റേ ശബ്ദങ്ങൾ നമുക്ക് ഇടയ്ക്ക് തടസ്സമായിട്ട് വരും. അതുകൊണ്ട് അവരവരുടെ പ്രാർത്ഥനയോ മറ്റു കാര്യങ്ങളോ ഏൽപ്പിക്കപ്പെടുന്ന സമയത്ത് മാത്രം നിങ്ങളുടെ ഡിവൈസുകൾ അൺമ്യൂട്ട് ചെയ്യുക. അല്ലാത്ത സമയമൊക്കെ ആയിരിക്കുന്ന ഇടത്ത് ഇത് കേട്ടുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ വിനീതമായിട്ട് എല്ലാവരെയും ഓർപ്പിക്കുന്നു. നമ്മുടെ കോട്ടയം ചാപ്റ്ററിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ജിതിൻ ജോൺസൺ പാമ്പാടിയാണ് തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. ദാസനെ തുടർന്നുള്ള വർഷിപ്പിനായി ക്ഷണിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഒരു സമയങ്ങളിൽ കർത്താവിനെ ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഒരു നല്ല നിമിഷത്തെ ഒരുക്കി തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. ഹലോ ഹലോ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. നന്നായിട്ട് കേൾക്കാം, തുടർന്നോളൂ. ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ആ മാറിടത്തിൽ ചാരുവാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയം, ഏറ്റവും കൂടുതൽ ആഗ്രഹവും കർത്താവിന്റെ മാറിൽ ചാരാനാണ്.
കർത്താവിന്റെ മാറിൽ ചാലിയ യോഹന്നാൻ യേശുവിന്റെ ഹൃദയസ്പന്ദനത്തെ അറിഞ്ഞവനായിരുന്നു. ആ ഹൃദയസ്പന്ദനത്തെ അറിഞ്ഞ യോഹന്നാൻ ആമേൻ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത നേരിൽ കാണുവാനിടയായി. യേശുവിന്റെ രക്തസാക്ഷിയാവാത്ത ശിഷ്യന്മാരിൽ ഒരാളായി. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഓൺലൈനിലൂടെ വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആ താതന്റെ മാറിൽ ചാരി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. താതന്റെ മാർവല്ലേ ചൂടെനിക്ക്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടിയ കർത്താവിനെ മഹത്വപ്പെടുത്താം. താതന്റെ കൈയാണ് എനിക്ക് തണലായിട്ടുള്ളത്. അങ്ങയുടെ അരികിൽ വരുവാൻ, അങ്ങയുടെ അരികിലേക്ക് കടന്നു വരുവാൻ, അങ്ങയുടെ മാറോട് ചേർന്നിരിക്കുവാൻ കൊതിക്കുകയാണ്. ഹൃദയങ്ങളെ തുറന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടിയ കർത്താവിനെ മഹത്വപ്പെടുത്താം.
കർത്താവിന്റെ വലിയ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ഇന്ന് നിമിഷം മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. ഇതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ആ കർത്താവിനെ മഹത്വപ്പെടുത്താറാണ്. ഹല്ലേലൂയ. എത്ര നല്ലവനായ ഒരു കർത്താവാണ് നമുക്ക് വേണ്ടി ഉള്ളത്. കർത്താവിന്റെ സ്നേഹത്തെ ഓർത്താൽ നമുക്ക് വർണ്ണിക്കുവാൻ വാക്കുകൾ സ്തോത്രം ഒരുപാടുണ്ട്. നമ്മൾ എണ്ണി തിന്മകളെ പറയുമ്പോൾ എണ്ണിത്തിര പറ്റാത്ത നന്മകൾ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരും. ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ്. നമ്മൾ ആ കർത്താവിനെ കുറിച്ച് പാടുമ്പോൾ ഇങ്ങനെയൊക്കെ പറയും, എല്ലാ നാമത്തിലും മേലായ നാമമാണ്, എല്ലാ മുഴക്കാലും വഴങ്ങുന്ന നാമമാണ്, സർവശക്തനായ നാമമാണ്. ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ പറയാനാണ്, മരണത്തെ തോൽപ്പിച്ച ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും ആരാധിക്കുന്ന യേശുവിന്റെ നാമമാണ്. ആ യേശുവിന്റെ നാമത്തെ നമുക്ക് ഒരുമിച്ച് പാടി പുകഴ്ത്താം. അവൻ പെറ്റ കാരണം കുഞ്ഞിനെ വളർന്നാലും മറക്കാത്ത ഒരു നല്ല സ്നേഹം. അപ്പൊ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ഈ കരയിൽ ചേർത്തടിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ എങ്ങനെ ചിന്താൻ കഴിയുന്നവരൊക്കെ ഒരു നിമിഷം ഒരുമിച്ച് ചേർന്ന് പാടിയ കർത്താവിനെ പുകഴ്ത്തണം.
ചേർന്നു ഈ വേല ചെയ്യുമ്പോൾ ഒന്നും ചേർന്നു ഈ വേല ചെയ്യുമ്പോൾ താതന്റെ മാറിൽ ചാടി യോഹന്നാനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പത്മോസിന്റെ ഏകാന്തതയ്ക്കകത്ത് അവൻ കിടന്നപ്പോൾ താൻ കണ്ട കാഴ്ചകൾ മുമ്പിൽ അസാധ്യതകളായിരുന്നു. മുമ്പിൽ കണ്ട കാടിനെ നോക്കി അവൻ കാടവനോട് പറഞ്ഞു, അവൻ സ്തോത്രം, നീ മുമ്പോട്ട് വരത്തില്ല, കാരണം മുമ്പിൽ നിന്റെ വഴികൾ മുഴുവൻ തടസ്സമാണ്. മുമ്പിലെ കടലെ അവൻ സ്തോത്രം, അവൻ കാടവനോട് പറഞ്ഞു, അല്പനിമിഷത്തിനുള്ളിൽ നീ എന്റെ ഇരയാകും. അവൻ സ്തോത്രം, അവൻ നിൽക്കുന്ന മണ്ണ് പറഞ്ഞു, അവൻ സ്തോത്രം, നീ അല്പനിമിഷത്തിനുള്ളിൽ എന്റെ ഇരയാകും. അവൻ ശവന്തികളായ പുഴുക്കളും അസ്ഥികൂമ്പാരങ്ങളും പറഞ്ഞു, മരണം മുതൽ അവനോട് പറഞ്ഞു, നീ അല്പനിമിഷത്തിനുള്ളിൽ എന്റെ ഇരയാകും. അവൻ ആകാശത്തേക്ക് നോക്കി, അവൻ ആകാശത്തിലൂടെ പറക്കുന്ന അവൻ സ്തോത്രം കഴുകം പറഞ്ഞു, അല്പനിമിഷത്തിനുള്ളിൽ നീ എന്റെ ഇരയാകും. അവൻ പിന്നിലേക്ക് നോക്കിയപ്പോൾ കടലിനെ കണ്ടു. കടൽ അവനോട് പറഞ്ഞു, അല്പനിമിഷത്തിനുള്ളിൽ നീ എന്റെ ഇരയാകും. അവൻ മുമ്പോട്ടെന്നില്ല, താഴോട്ടെന്നില്ല, മേളോട്ടെന്നില്ല, പിമ്പോട്ടെന്നില്ല, എല്ലാ വാതിലുകളും അവൻ അടഞ്ഞു കിടക്കുമ്പോ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, അവൻ സ്വർഗം തുറന്നു, സ്വർഗം തുറന്നു. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക, സകല വാതിലുകളും അടഞ്ഞു കിടക്കുന്ന ചിലതിനു വേണ്ടി ദൈവം ചില വാതിലുകളെ തുറക്കുവാൻ പോകുന്നു.
ഹൃദയങ്ങളെ തുറന്ന് ഒരു സമർപ്പണഗാനം കൂടെ ചേർന്ന് പാടിയ കർത്താവിനെ മഹത്വപ്പെടുത്തി അപ്പൊ നമുക്ക് ഈ ഒരു ശുശ്രൂഷ വൈകിട്ടില്ല. എല്ലാവരും ഹൃദയങ്ങളെ തുറന്നാണ് കർത്താവ് അതിന്റെ സാന്നിധ്യങ്ങൾ അനുഭവിക്കണം. അവരെ വാഗ്ദത്തത്തിന്റെ കാലുകൾ അനുഭവിക്കുകയാണ്. വാഗ്ദത്തത്തിന്റെ സമയം അനുഭവിക്കുകയാണ്. എല്ലാവരും സമർപ്പണത്തോടെ വാഗ്ദത്തത്തിന്റെ സമയമാണിത്. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബിസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബിസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു തരികയാണ്. ഓരോ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ കർത്താവ് സഹായിച്ചുവല്ലോ. തുടർന്നും അതേ സാന്നിധ്യത്തെ ഞങ്ങളിൽ ഞങ്ങളെ വീഴ്ചപ്പെടുവാൻ കർത്താവ് സഹായിക്കുന്നു. എല്ലാ ശുശ്രൂഷന്മാരെയും യേശുവിൻ നാമത്തിൽ തന്നെ അവസരം ഒരിക്കൽ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. എന്നോടൊപ്പം ഉള്ളത് നല്ലൊരു ശുശ്രൂഷകനാണ് കർത്താവ്. ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നു. ശുശ്രൂഷകളെ ഒരു കൂട്ടായ്മ ഉണ്ട്. അതിനോടത്തോട് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് അനുഗ്രഹീതമായ നിലയിൽ സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി നമ്മെ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് പ്രേരക ശക്തിയായി തീർന്ന പ്രിയ കർത്താവിന്റെ ദാസൻ ജിതിൻ പാമ്പാടിയോടും ഒപ്പം സഹകരിച്ച പ്രിയ സഹോദരനോടും പ്രാർത്ഥനാ ധ്വനി കേരള ചാപ്റ്ററിന്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കുകയാണ്. അനേക വിഷയങ്ങൾ രാത്രി നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാനായിട്ടുണ്ട്. ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്ന സമയത്ത് സമയം കളയാതെ ആരും മറ്റൊരാൾ പ്രാർത്ഥിക്കുമെന്നുള്ള ചിന്തയിലിരിക്കാതെ ഞാനാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്നോടാണ് ആ വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് എന്നുള്ള ചിന്തയോടെ ഓരോ വിഷയങ്ങളും ഏറ്റെടുത്ത് തിടുക്കത്തിൽ ആ പറയുന്ന വിഷയം മാത്രം ഉൾക്കൊള്ളിച്ച് മറ്റ് നമ്മുടെ കർത്താവിന് നമ്മുടെ മുഖവരകളോ നമ്മുടെ വാക്ചാതുര്യമോ ഒന്നും ആവശ്യമില്ല. സ്വതന്ത്രം അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അതുകൊണ്ട് ഒരു അപ്പനോട് പറയുന്ന ആ സ്റ്റൈലിൽ പറഞ്ഞാലും തീർച്ചയായും നമ്മുടെ സ്വർഗത്തിലെ താതൻ ഉത്തരം നൽകും. അതുകൊണ്ട് നമ്മുടെ വാക്സാമർത്ഥ്യത്തിലോ നമ്മുടെ വ്യാകരണത്തിലൊന്നും അല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥനാണ്. രാത്രി ഹൃദയം തുറങ്ങി പറയപ്പെടുന്ന വിഷയത്തിന് വേണ്ടി ഒരു വാക്കെങ്കിലും പ്രാർത്ഥിക്കാൻ ഇടയായാൽ അതിൻ്റെ മേലൊരു ദൈവപ്രവൃത്തിയുണ്ട്.
തുടർന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും പ്രാർത്ഥനയ്ക്കായി നമ്മെ പ്രേരിപ്പിക്കുകയും അതിനായിട്ട് ഈ ശുശ്രൂഷ ലീഡ് ചെയ്യാൻ വേണ്ടി പ്രിയ കർത്താവിൻ്റെ ദാസൻ നീഷ് ജോർജ് അവറുകളെ വളരെ ആദരവോടെ സ്വാഗതം. താങ്ക് യു പാസ്റ്റർ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയുടെ പ്രഥമയാമത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ ലീഡ് ചെയ്യുന്ന എൻ്റെ ആത്മാർത്ഥ സ്നേഹിതനും പ്രാർത്ഥനാധുനി കേരള ചാപ്റ്ററിൻ്റെ കോർഡിനേറ്ററുമായിരിക്കുന്ന മനോജ് അബ്രഹാം അവറുകൾ, എനിക്ക് മുമ്പായി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ച കോട്ടയം ചാപ്റ്ററിൻ്റെ സിംഗേഴ്സ് ആയിരിക്കുന്ന കർത്തദാസ് ജിതിൻ പാമ്പാടി, ഒപ്പം ഉണ്ടായിരുന്ന സഹോദരൻ, സന്നിധിരായിരിക്കുന്ന ബഹുമാനരായ എല്ലാ ദേവദാസന്മാർക്കും പിതാക്കന്മാർക്കും സഹോദര സഹോദരിമാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗവരാതെ നല്ലി ചെയ്ത ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനത്തെ ഈ സമയത്ത് എല്ലാവരെയും അറിയിക്കുന്നു. ഈ മാസത്തെ നമ്മുടെ ഇപ്രകാരമുള്ള പ്രാർത്ഥനാ കൂട്ടുവരവിൽ നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടെ ദൈവനാമത്തെ ഉയർത്തുവാനും പാടുവാനും ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും ഒരുക്കപ്പെടുന്ന എല്ലാ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുകുകളെ പറഞ്ഞ സമയത്തെ ദീർഘമാക്കുന്നില്ല. പ്രാർത്ഥന വിഷയങ്ങൾ പറയുകയും ആ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ചില മിനിറ്റുകൾ നാം ചെയ്യാനായിട്ട് പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയമാണ് പ്രാർത്ഥന എന്നുള്ളത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യഹലോകത്തിലായിരുന്നപ്പോൾ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്: മടുത്തു പോകാതെ എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം, എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണമെന്ന് യേശു കർത്താവ് തന്നെ പറയുകയും, യേശു കർത്താവ് ഒറ്റയ്ക്കും തനിയെയും മലമുകളിലൊക്കെ കയറിയിരുന്ന് രാത്രിയും പകലൊന്നില്ലാതെ ഇരുന്ന് പ്രാർത്ഥിച്ച് ശുശ്രൂഷകൾക്കായിട്ട് ബലമേറ്റെടുക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ഇന്ന് രാത്രി കാലം പലവിധമായ വിഷയങ്ങളുടെ നടുവിൽ നാം ആയിരിക്കുമ്പോൾ ഒരുമനപ്പെട്ട് ഐക്യമത്യപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ. വ്യത്യസ്തമായ ഇടങ്ങളിലാണ് ആയിരിക്കുന്നത്, വ്യത്യസ്തമായ ഭവനങ്ങളിലാണ് നാം ആയിരിക്കുന്നത്, വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ സാഹചര്യങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട്, നമ്മുടെ എല്ലാ അവസ്ഥകളെ ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവകരങ്ങളെ കർത്താവെ പ്രാർത്ഥിക്കുവാൻ എന്നെ ഒന്ന് ഒരുക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥന വിഷയത്തിനുമേലും ദൈവകരം അനുകൂലമായി ദൈവഹിതമുള്ള വിഷയത്തിനുമേൽ എത്ര വേഗത്തിലുള്ള വിടുതലുകളെ ഒരുക്കപ്പെടേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാരംഭത്തിലെ കർത്തനാസനം ഓർപ്പിച്ചതുപോലെ ഹാലി പാസ്റ്ററിന്റെ മകൾ പനിയാൽ ഭാരപ്പെടുന്നുവെന്ന് ഓർപ്പിക്കുകയുണ്ടായി. കർത്താവിന്റെ ദാസൻ മകളെ കൂട്ടിക്കൊണ്ട് വരേണ്ടതിനായി കടന്നു പോയിരിക്കുന്നു. ഇന്ന് നാം ഒരുമിച്ച് പ്രിയ മകൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗം ഓടുന്ന ദൈവവചനത്താലുള്ള ആശ്വാസം ഇപ്പോൾ തന്നെ നീ കുഞ്ഞിന്റെ മേൽ പകരപ്പെടട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് ദൈവത്തിന്റെ വചനമാകയാൽ അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും എല്ലാം സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ ഒരു പ്രയാസത്തിനോ ഒരു ബുദ്ധിമുട്ടിനോ കാരണമായി തീരാതെ വണ്ണം അടിപ്പിടലുകളാലുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ ആ പൈതന്റെ മേൽ വ്യാപരിക്കപ്പെടേണ്ടതിന് ശിരസ് മുതൽ പാദം വരെ ദൈവകരം ഇപ്പോൾ തന്നെ തൊടേണ്ടതിനായി ഒരുമിച്ച് ഒന്ന് സ്തോത്രം ചെയ്യാനിടയാകട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഒരുമിച്ച് കർത്തദാസന മകൾക്കായി പ്രാർത്ഥനയിൽ പോരാടുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾക്ക് ഈ വിഷയത്തെ വഹിച്ചുകൊണ്ട് ചുരുക്കമായി സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ ദൈവദാസന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അതിവേഗത്തിൽ ഓടിയെത്തുന്ന ദൈവശക്തി കർത്താവ് ഇവിടെ വ്യാപരിപ്പാൻ സ്വർഗമിടയാക്കണം. ഞാൻ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു എന്നുള്ള ആ ദൈവത്തിന്റെ വചനം കർത്താവെ പ്രിയ പൈതന്റെ ശരീരത്ത് ഇന്ന് കർത്താവെ തൊട്ട് ഈ നിമിഷം തന്നെ സൗഖ്യമാക്കണമെങ്കിയോട് പ്രാർത്ഥിക്കുന്നു. അടകമന ഘടക റീവൽ കമന ഘടക കർത്താവെ വലിയ വിടുതല് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അത് സംഭവിപ്പാൻ സ്വർഗമിടയാക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ഒരു സൗഖ്യം ലഭിച്ചു എന്നൊരു വാർത്ത ഞങ്ങൾക്ക് കേൾക്കുവാൻ സ്വർഗമിടയാക്കണമെങ്കിയോട് പ്രാർത്ഥിക്കുന്നു. ഉച്ചി മുതൽ ഉള്ളക്കാൽ വരെയും ഉള്ളക്കാൽ മുതൽ ഉച്ചി വരെയും വ്യാപരിക്കുന്ന സകല രോഗങ്ങളെയും നസ്രേനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ ശാസിച്ച് ജയമെടുക്കുന്ന കർത്താവേ,
ഒരു വലിയ ദൈവപ്രവൃത്തി. ഞങ്ങൾ ഒന്നിച്ച് ദൈവഭൃത്യന്മാർ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ വലിയൊരു വിടുതലോട് വെളിപ്പെടുവാൻ ഇടയാക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഒരു അസാധാരണമായ ഒരു വിടുതൽ യേശുവിന്റെ നാമത്തിൽ സംഭവിപ്പാൻ സ്വർഗമിടയാക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചെന്നും ഞങ്ങളുടെ ദൃഷ്ടിയിൽ ഇത് ആശ്ചര്യമെന്ന് പറയുവാൻ സ്വർഗമിടയാക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന പൈതന്റെ മേൽ പൂർണ്ണമായി സൗഖ്യവും ആശ്വാസം കർത്താവ് നൽകിയിരിക്കുന്ന വിശ്വാസത്തോടെ നമ്മുടെ കരങ്ങളെ തട്ടി സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. ഒരുപാട് പ്രാർത്ഥന വിഷയം നമ്മുടെ മുൻപിലുണ്ട്. സമയം കുറവാണെങ്കിൽ ഞാൻ വേഗം പറഞ്ഞ് എൻ്റെ ശുശ്രൂഷകൾക്ക് ഞാൻ അവസാനം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം ഈ ദിവസങ്ങളൊക്കെ ഏറെ പത്രമാധ്യമങ്ങളിൽ കൂടെ കാണുകയും അറിയുകയും ഒക്കെ ചെയ്ത ഒരു വിഷയമായിരുന്നു കുവൈറ്റിലുണ്ടായ ദാരുണമായ ഒരു പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ. ഏതാണ്ട് 50-ലധികം ആളുകൾ പെട്ടെന്നുണ്ടായ ദുരന്ത നിമിത്തം ഈ ലോകത്തൊന്നും മാറ്റപ്പെട്ടു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 24ഓളം ആളുകൾ, യൗവനക്കാരായ പ്രിയപ്പെട്ടവര് ഈ ലോകത്തൊന്നും മാറ്റപ്പെട്ടു. ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്തത്. നമ്മിൽ പലരും, ഞാൻ ഇന്ന് പകല് പാമ്പാടി നടന്നൊരു ശുശ്രൂഷയിൽ ആ പൈതന്റെ ബോഡി കാണാനായി കടന്നുപോയി. ഒരു പരിചയവും ഇല്ല എങ്കിലും നമ്മുടെ സമീപത്തായതുകൊണ്ട് പോയതാ. അവിടെ ചെന്നെടുത്ത ആ സിറ്റുവേഷൻ കണ്ടാൽ ആരുടെയും കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു അനുഭവമാണ് കാണുവാനായിട്ട് ഇടയായി തീർന്നത്. ഞാൻ ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, നമുക്ക് ഒരു ബന്ധമില്ലാത്ത നമുക്ക് ഇത്രയും ഭാരമുണ്ടാകുന്നെങ്കിൽ അദ്ദേഹത്തോട് സഹകരിച്ച തൻ്റെ മാതാപിതാക്കന്മാർക്ക്, തൻ്റെ സഹോദരങ്ങൾക്ക്, തൻ്റെ ദൈവദാസന്മാർക്ക് എത്രത്തോളം ഭാരവും പ്രയാസമുണ്ടെന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ സഭയിലെ ദൈവമക്കളോട് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബാംഗങ്ങളെല്ലാം ഒരു നിമിഷം ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മാനുഷികമായ വാക്കുകളൊന്നും ആശ്വാസമാകില്ല എങ്കിലും ദൈവത്താലുള്ള ആശ്വാസം, ദൈവവചനത്താലുള്ള ആശ്വാസം അവരുടെ മേൽ പകരപ്പെടേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒപ്പം അപകടനിലയിലായിരിക്കുന്ന, ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന ഒത്തിരി പേര് പിന്നെയും ഉണ്ട്. ഇനി ആ വിഷയത്തിൽ ഒരു മരണം പോലും സംഭവിക്കാതെ അപകടം പറ്റിയിരിക്കുന്ന, പരുക്ക് പറ്റിയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം പൂർണ്ണമായ സൗഖ്യം, ആരോഗ്യം കർത്താവ് കൽപ്പിച്ച് യഹോവ ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തുവെന്ന് പറയത്തക്ക നിലവാരത്തില് ദൈവകരം അനുകൂലമായി ചലിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മരണപ്പെട്ട കുടുംബാംഗങ്ങളെ ഓർത്തുകൊണ്ട്, അപകടം പറ്റി ആശുപത്രിയിൽ കഴിയുന്ന, ഭവനങ്ങളിൽ വിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട്, ഇനി ഒരിക്കൽ പോലും ഇങ്ങനൊരു പ്രയാസം എങ്ങും ഉണ്ടാകാതെ വണ്ണം, ഒരാപത്തുകൾ വരാതെ, അനർത്ഥങ്ങൾ വരാതെ നമ്മുടെ കുഞ്ഞുങ്ങള്, നമ്മുടെ സഹോദരന്മാര്, നമ്മുടെ സഹോദരിമാര്, നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ ഉപജീവന മാർഗത്തിനായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലിക്കായി കടന്നു പോയിരിക്കുമ്പോൾ അവിടെ എല്ലാം കർത്താവ് അവരെ സൂക്ഷിക്കേണ്ടതിനായി, കർത്താവ് അവരെ കരുതേണ്ടതിനായി ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്ത് ഈ വിഷയങ്ങൾക്കായിട്ടൊന്ന് പ്രാർത്ഥിപ്പാൻ ഇടയാകട്ടെ. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. ഈ വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് ആത്മാവിൽ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാ പ്രേരിപ്പിക്കുന്ന ഒരാൾക്ക് ഈ പറയപ്പെട്ട വിഷയങ്ങളെ വഹിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗതല കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യായാമത്തിൽ കർത്താവേ, പ്രാർത്ഥനാധ്വനിയുടെ കേരള ചാപ്റ്ററിന്റെ മീറ്റിംഗ് ആയി കൂടി വന്ന വിലപ്പെട്ട കർത്താവിന്റെ ദാസൻ പറയപ്പെട്ട വിഷയമായ പാദപീഠത്തോട് അടുത്തു വരുന്ന കർത്താവേ, ഹല്ലേലൂയ, വലിയൊരു അനർത്ഥം ആ ദേശത്ത് സംഭവിച്ചു. അനേക കുടുംബങ്ങൾ കർത്താവേ ദുഃഖത്തിന് അധീനരായിട്ടായിരിക്കുന്നല്ലോ. ഹല്ലേലൂയ, അനപ്പെട്ട വിലപ്പെട്ട ദൈവമക്കളൊക്കെയും അതിനകത്ത് അകപ്പെടുവാനിടയായി തീർന്നു. ആ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെയൊക്കെയും കർത്താവ് ആശ്വസിപ്പിക്കുമാറാകണമേ. മാനുഷികമായ കരങ്ങൾക്ക് ആശ്വസിപ്പിക്കുവാൻ കഴിയാത്ത സ്ഥാനത്ത് എൻ്റെ ദൈവത്തിൻ്റെ ആ കരം അവിടെ ഇറങ്ങിച്ചെന്ന് അവർക്ക് ആശ്വാസം പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വളരെ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന ചില കുഞ്ഞുങ്ങൾ കർത്താവേ അതിൽ കൂടെ കടന്നു പോകുവാനിടയായി തീർന്നല്ലോ. ഹല്ലേലൂയ, എന്തുകൊണ്ടെന്ന് സംഭവിച്ചു എന്ന് ചോദിക്കുവാൻ ഞങ്ങൾക്ക് അവകാശമില്ല. എങ്കിലും ദൈവം സകലതും അറിയുന്നല്ലോ. തലയിലേരോ പൊഴിയുന്ന പോലും അവിടുന്ന് അറിഞ്ഞാകയാൽ ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ, ഈ പ്രപഞ്ചത്തിൽ കർത്താവേ എന്തെല്ലാം അനർത്ഥങ്ങളാണ്, ആപത്തുകളാണ് ഓരോ ദിവസവും കർത്താവേ ഞങ്ങളുടെ കാതുകൾ കേൾക്കുന്നത്. ഹല്ലേലൂയ, അങ്ങയുടെ വരവിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ
ഞങ്ങൾക്ക് കർത്താവ് ഒരു പടി കൂടെ ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് കർത്താവേ, ഹോസ്പിറ്റലായിരിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു മനുഷ്യർക്ക് പോലും ഇനി ആ കർത്താവ് അനർത്ഥത്തിൽ കൂടെ ഒരു മരണം ഉണ്ടാകുവാൻ അനുവദിക്കാതെ ദൈവം കാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സ്ഥാപനത്തെയും കർത്താവ് കാക്കണമേ. ആ സ്ഥാപനത്തിൽ കർത്താവേ, ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാനിടയായല്ലോ കർത്താവേ. അവർക്ക് വേണ്ടതായ എല്ലാ സഹായങ്ങളും കർത്താവെ നൽകുവാൻ ആ സ്ഥാപനം ഒരുക്കത്തോടെ ആയിരിക്കുന്നു. ദൈവത്തെ അറിയുന്ന ഒരു കുടുംബമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നാളുകൾ വലിയ ദൈവപ്രവൃത്തികൾ കൂടെ ആ കുടുംബങ്ങൾക്ക് കർത്താവെ ആശ്വാസമായി തീരുവാൻ സ്വർഗപിതാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ദൈവത്തെ വാഴ്ത്തുന്നു. മഹത്വം അങ്ങേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ പ്രാർത്ഥന ആ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നത് ഓർത്തുകൊണ്ട് നമുക്ക് കരങ്ങളെ തുറന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. വീണ്ടും നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ ദുനിയയുടെ പ്രവർത്തനങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിലപ്പെട്ട ദാസന് ദൈവം കൊടുത്ത നിയോഗപ്രകാരം ഇതാണ് 25 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഈ പ്രവർത്തനം ഇത്രത്തോളം ഭംഗിയായ നിലവാരത്തിൽ കർത്താവ് കൊണ്ടെത്തിക്കുവാനിടയായി തീർന്നു. ചെറിയ ആരംഭത്തെ പോലും തുച്ഛീകരിക്കാത്ത കർത്താവ് ഇത്രത്തോളം വിശാലത കർത്താവ് ഒരുക്കിയല്ലോ. എല്ലാ രാജ്യങ്ങളിലുമുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ അഭിഷേക ദൈവദാസന്മാർക്കായി, സഹോദരന്മാർക്കായി, സഹോദരിമാർക്കായി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലൂടെ കൈത്താങ്ങുന്നു. അതോടൊപ്പം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ഭവന സന്ദർശനങ്ങൾ നടത്തുന്നു, പരിശോധനകൾ നടത്തുന്നു, പ്രാർത്ഥന കൂടിവരവുകളൊക്കെ നടത്തുന്നു. വ്യത്യസ്തമായ ചാപ്റ്ററുകളിലൂടെ അനേക പ്രോഗ്രാമുകൾ ദൈവനാമ മഹത്വത്തിനായിട്ട് ചെയ്തു വരുന്നു. ആ പ്രോഗ്രാമുകളിലെല്ലാം ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ ഞങ്ങൾക്കല്ല നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിലൂടെ ദൈവനാമ മഹത്വം എടുക്കേണ്ടതിന്, ചിലരെ നിത്യനാശത്തിൽ നിന്ന് നിത്യജീവങ്ങളിലേക്ക് വലിച്ചെടുക്കേണ്ടതിന്, കർത്താവ് സഹായിക്കേണ്ടതിന്, ബലഹീനരെ താങ്ങുവാനുള്ള ഒരു അനുഭവം കർത്താവ് പിന്നെയും നമുക്ക് നൽകി തരേണ്ടതിനായി പ്രാർത്ഥന ധ്വനിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും, ലോകരാജ്യങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളെയും, എല്ലാ പ്രവർത്തകരെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സെബാസ്റ്റിനെ, തന്റെ കുടുംബത്തെ, തന്റെ കുഞ്ഞുങ്ങളെ, തന്റെ ശുശ്രൂഷകളെ ഓർത്തു നമുക്ക് പ്രാർത്ഥിക്കുക. ദൈവം ആഗ്രഹിക്കുന്ന അളവ് പിന്നെയും കർത്തൃവേലി പിന്നെയും അധികമായി വർദ്ധിച്ചു വരുവാൻ ദൈവകൃപ അധികമായി പകരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കുക. കേരള ചാപ്റ്ററിനെ നമുക്ക് ഓർക്കാം. ഇതിന് പിന്നെയും വിശാലത ഉണ്ടാകേണ്ടതിനായി ചില ജില്ലകളിൽ കൂടെ അതിന്റെ ചാപ്റ്ററുകൾ രൂപീകരിക്കുവാൻ കർത്താവ് ഇടയാക്കുന്നു. ഇന്ന് പകൽക്കാലം ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ഒരു ചാപ്റ്റർ ആരംഭിക്കുവാൻ ഇടയായെന്ന് കർത്താസന്മാരിൽ കൂടെ കേൾക്കുവാൻ ഇടയായി തീർന്നു. ആരംഭിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലൂടെ ആ ദേശങ്ങള്, ആ ജില്ലകള് ഏറ്റവും അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കോട്ടയം ചാപ്റ്ററിന്റെ ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് അടുത്ത തിങ്കളാഴ്ച അടുത്തുള്ള ദൈവസഭയിൽ വെച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ദൈവദാസന്മാര് കടന്നു വരുന്നു, ദൈവമക്കള് കടന്നു വരുന്നു. ആ കൂടിവരവ് ഏറ്റവും അനുഗ്രഹമായി മാറേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥന ധ്വനിയുടെ സകല പ്രവർത്തനങ്ങളെയും എല്ലാ പ്രവർത്തകരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്ര സ്തോത്രം. നാം ഒരുമിച്ച് ഈ വിഷയത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മനിയോഗമുള്ള മറ്റൊരാൾക്ക് ഈ വിഷയത്തിനായി പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിന് നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. പ്രാർത്ഥന ധ്വനി കർത്താവേ, ഇത്രത്തോളം നീ പടർന്ന് പന്തളിക്കാൻ നീ കൃപ കൊടുത്ത് 4 നൂറ്റാണ്ടിന് മുമ്പേ ദൈവദാസന ദർശന പ്രകാരം, പ്രാർത്ഥന പ്രകാരം കർത്താവ് തുടങ്ങിയ പ്രവർത്തനം ഗുജറാത്തിലും കർത്താവ് കേരളത്തിലും ലോകത്തിലെ 5 അനുഗ്രഹയിലും 16 ചാപ്റ്ററുകളായി ബഹറിലും കർത്താവെ മിഡിൽ ഈസ്റ്റിലും കർത്താവ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല നന്ദിയോട് സ്തുതിക്കുന്നു. അതിലെ മിഷൻ കോർഡിനേറ്റർ, പ്രയർ കോർഡിനേറ്റർ, സോങ്സ് കോർഡിനേറ്റർ, ചാരിറ്റി ചെയ്യുന്നവര് കർത്താവെ, അതുപോലെ തന്നെ പല പല കാര്യങ്ങൾ ചെയ്യുന്ന ഓരോരുത്തരും മുൻപന്തി നിൽക്കുന്ന കേരള ഘടകത്തിന്, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ പുതിയത് കർത്താവെ ഒരു തുടങ്ങിയുള്ള കർത്താവ് കോട്ടയത്ത് ചാപ്റ്റർ തുടങ്ങുന്നു. അവിടെയൊക്കെ ദൈവദാസം വരെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ദൈവദാസ ബെൻസൺ ഡാനിയലിന് വേണ്ടി പാർട്ടി ദാസി കുഞ്ഞൽ കഴിഞ്ഞ ദിവസം കൺവെൻഷനൊക്കെ ഭംഗിയായി തീർന്ന് കർത്താവ് ചിലർ യേശുവിനെ കാണുവാൻ, ചില നന്മകൾ കാണുവാൻ കർത്താവ് വഴിയൊരുക്കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, നിന്റെ ആത്മാവിന് സകലവും കഴിയും. നിങ്ങൾ ഒരുമിച്ച് കർത്താവെ ഈ പ്രസ്ഥാനത്തെ, ഈ പ്രാർത്ഥന ധ്വനി പ്രാർത്ഥനത്തോടെ ആയിത്തീരാൻ കർത്താവ് സഹായിക്കണേ.
കർത്താവെ യോഗം ലീഡ് ചെയ്യുവാനും പാടുവാനും കർത്താവെ ഈ പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ ദേവാസനം ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം. മഹത്വമല്ലിനെ എടുക്കണേ യേശു ക്രിസ്തുവിന്റെ നാമത്തന്നെ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന ധ്വനിയുടെ പ്രവർത്തനങ്ങൾ പിന്നെയും ഏറ്റവും അനുഗ്രഹിക്കുന്നത് ഓർത്ത്, ദൈവകൃപ പകരുന്നത് ഓർത്ത് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. സ്തോത്രം 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 സ്തോത്രം. കൂടപ്പെട്ട ആർക്കെങ്കിലും ഏതെങ്കിലും അത്യാവശ്യമായ പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നമുക്ക് ആ വിഷയം കൂടെ കേട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയും. ആർക്കെങ്കിലും ഏതെങ്കിലും പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ദയവായിട്ട് ഈ സമയത്ത് അറിയിക്കാമല്ലോ. ദേവദാസന്മാർക്കോ കൂടപ്പെട്ട ആർക്കെങ്കിലും അടിയന്തരമായ ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഈ ദൈവമക്കൾ ഒരുമിച്ച് ആ വിഷയത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരും. എന്റെ കുഞ്ഞു മോനും വൈഫും ദുബായില് വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് അവിടെ ജോലി അന്വേഷിച്ച് പോയത്. ഇപ്പം 3 മാസമായി, ഇനി 1 മാസം കൂടെ ഉണ്ട്. ഒരു ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞ പ്രാർത്ഥന വിഷയം നാം കേട്ടുവല്ലോ. തന്റെ തലമുറകൾ വിസിറ്റിംഗ് വിസയായി ദുബായി കടന്നുപോയി. ജോലിയില്ലാതെ അവർ ഭാരപ്പെടുന്നു. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കേവലം 1 മാസം മാത്രം ഇനി മുമ്പിൽ സമയമുള്ളൂ. ക്ഷണത്തിലല്ലയോ കാര്യം നടന്നെന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യേണ്ടതിനായിട്ട് ഒരു നിമിഷം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവ് നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെടുകയും നാം ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തന്നെ യാക്കോബിന് വേണ്ടി ലാബാനോട് ഇടപെട്ടതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചില ദൈവിക പ്രവർത്തനങ്ങള്, ചില ചലനങ്ങള് പെട്ടെന്ന് സംഭവിച്ചു എന്ന് പറയത്തക്ക നിലവാരത്തിൽ ഒരു അത്ഭുതം ചെയ്യേണ്ടതിനായിട്ട് ആത്മനിയോഗത്തോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം 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 സ്തോത്രം. നാം പ്രാർത്ഥനയിൽ പോരാടുമ്പോൾ ഒരാൾക്ക് ഈ വിഷയത്തെ വഹിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജോയിച്ചാന്റെ തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിസിറ്റിംഗ് വിസ വിദേശ രാജ്യത്തായിരിക്കുന്നു. കർത്താവെ, അതിന്റെ സമയം വേഗത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവവരങ്ങളെ കേൾപ്പിക്കുന്നു. കർത്താവെ, അല്ലെങ്കിൽ ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ തന്നെ ചില അധികാര കേന്ദ്രങ്ങളോട്, ചില ഉദ്യോഗസ്ഥരോട്, ചില കർത്താവെ കമ്പനി ഉടമസ്ഥരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയും കർത്താവ് അടുത്ത ദിനങ്ങളിൽ തന്നെ ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയും ചെയ്യുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. വേഗത്തിൽ വഴികളെ തുറന്ന് കർത്താവ് ആ കുടുംബത്തെ മാനിക്കണമേ. ദാസന്റെ അപേക്ഷകളെ ദൈവം കേൾക്കണമേ. കർത്താവെ, കഴിഞ്ഞ നാളുകളൊക്കെ ദൈവനാമത്തിന് വേണ്ടി ആ കുടുംബം പ്രവർത്തിച്ചതും ചെയ്തതും ഒക്കെ കർത്താവ് ഓർക്കുന്ന ദൈവമാകുന്ന സ്തോത്രം. ദാസൻ ശക്തമായി ഈ പ്രാർത്ഥനാധുരിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി വരുന്നല്ലോ. കർത്താവെ, ആ മുഖത്തെ ആദരിക്കണമേ. ആ വേദനകളെ കർത്താവ് അറിയണമേ. യേശുവിന്റെ നാമത്തിൽ ചില അത്ഭുതങ്ങൾ ഈ ദിവസം നടക്കട്ടെ. ഞങ്ങൾ അതിനെ വിശ്വസിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പ്രവർത്തിച്ചിരിക്കാൻ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഭാരമേറിയ വിഷയത്തിന് ദൈവകരം അനുകൂലമായി പ്രവർത്തിക്കുന്നത് ഓർത്തുകൊണ്ട് വിശ്വാസത്തോടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. സ്തോത്രം 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 സ്തോത്രം. ഇന്ന് രാത്രി കാലം കൂടപ്പെട്ട എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിക്കുക. ചില നിമിഷങ്ങൾ നാം ദൈവസന്നിധിയിലായിരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പാടുന്നതും അല്പനിമിഷം കഴിഞ്ഞ വചനം കേൾക്കാനായി പോകുമ്പോൾ ദൈവദാസൻ കൂടെ ശക്തമായ നിലവാരത്തിൽ നമുക്ക് ആവശ്യമായ ദൈവവചനം കേൾക്കേണ്ടതിന് മാനുഷികമായ ശബ്ദമല്ല, സ്വർഗത്തിലെ ഇമ്പ ശബ്ദം തന്നെ കേട്ട് ആത്മാവിൽ ബലം പ്രാപിച്ച് ആ മീറ്റിംഗിൽ സംബന്ധിച്ചത് അത് ഏറ്റവും അനുഗ്രഹമായെന്ന് പറയത്തക്ക നിലവാരത്തിൽ അഭിഷക്തദാസന് ഇന്ന് രാത്രി ദൈവം ഉപയോഗിക്കുന്ന ഇന്നലകളിൽ ഉപയോഗിച്ചതിനേക്കാൾ ഉപരിയായിട്ട് അതിനേക്കാൾ ഇരട്ടി ശക്തിയോടെ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ നിലനിർത്തേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കൂട്ടപ്പെട്ട ദൈവമക്കൾക്ക് പ്രാർത്ഥന വിഷയങ്ങളുണ്ട്. ഭാരമുള്ളവരുണ്ട്, പ്രയാസമുള്ളവരുണ്ട്, രോഗമുള്ളവരുണ്ട്, കടഭാരമുള്ളവരുണ്ട്, ആവശ്യങ്ങളുടെ മുഖത്ത് നീറുന്നവരുണ്ട്. എല്ലാ വിഷയത്തിനുമേലും ദൈവകരം ചലിക്കേണ്ടതിന് ന്യായമായത് തരാമെന്ന് പറഞ്ഞ് കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിലെ വേലയ്ക്ക് വേണ്ടി നമ്മെ വിവിധമാകുന്ന ഇടങ്ങളിൽ ഈ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ഒരു നന്മയ്ക്കും കുറവില്ലാത്തവരായി ശ്രേഷ്ഠകരമായ നിലവാരത്തിൽ ദൈവദാസന്മാരെ ആദരിക്കുക
മാനിക്കേണ്ടതിന് എന്നെ മാനിക്കുന്നവന് ഞാൻ മാനിക്കുമെന്ന് ദൈവത്തിന് വചനം നമ്മെ ഓർപ്പിക്കുന്നത് പോലെ ഈ കൂടപ്പെട്ട എല്ലാ ദൈവദാസന്മാരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നാം പാർക്കുന്ന നമ്മുടെ ദേശം, നമ്മുടെ കേരള സംസ്ഥാനം, 14 ജില്ലകള്, ഇന്ത്യ മഹാരാജ്യം, 28 സംസ്ഥാനങ്ങള്, ലോകരാജ്യങ്ങള് മുഴുവനും ദൈവകരങ്ങളിലേക്ക് ഒരു നിമിഷം നമുക്ക് ഏൽപ്പിക്കാം. എല്ലാ കണ്ണുകളും ഒന്നടച്ച് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ പറയപ്പെട്ട വിഷയങ്ങൾക്കായിട്ട് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. അൻപുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, വിലപ്പെട്ട വിലയേറിയ ഈ നിമിഷത്തിനായി സ്തോത്രം. അല്പസമയം പ്രാർത്ഥിക്കുവാൻ അങ്ങൊരുക്കി തരുന്ന അവസരത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ഗൂഗിൾ മീറ്റിലായിരിക്കുന്ന ഞങ്ങളുടെ വിലപ്പെട്ട ദൈവദാസന്മാർക്കായി സ്തോത്രം. ഞങ്ങളുടെ പിതാക്കന്മാർക്കായി, സഹോദരന്മാർക്കായി, സഹോദരിമാർക്കായി സ്തോത്രം. അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ്, അവരുടെ അവസ്ഥകളെ അറിഞ്ഞ് ദൈവം വൻ കാര്യങ്ങളെ ചെയ്യണമേ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ. രോഗികളായി ഭാരപ്പെടുന്നവരെ രാത്രി യേശുവിന്റെ അടിപ്പിടലുകളാലുള്ള സൗഖ്യം അവരുടെ മേൽ കർത്താവ് കൽപ്പിച്ചാക്കണമേ. ബലഹീനരെ താങ്ങണമേ. കടഭാരങ്ങൾ മാറട്ടെ, ഞെരുക്കങ്ങൾ മാറട്ടെ, ബുദ്ധിമുട്ടുകൾ മാറട്ടെ, എല്ലാ ഭീതികളും മാറട്ടെ. ഭവനമില്ലാത്തവരുണ്ട്, അവർക്കായി അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ. സാമ്പത്തികമായി ഞെരുക്കമുള്ളവരുണ്ട്, കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, വ്യത്യസ്തമായ അനുഭവത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ശക്തീകരിക്കണമേ. കർത്താവ് ശുശ്രൂഷിക്കുന്ന അഭിഷേകദാസിനെ അധികാരത്തോടെ ദൈവകൃപയോടെ ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളെയും ഇന്ത്യ മഹാരാജ്യത്തെയും 28 സംസ്ഥാനങ്ങളെയും കേരള സംസ്ഥാനത്തെയും 14 ജില്ലകളെയും ആഗോളവ്യാപകമായ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളെയും ഈ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളേക്ക് ഏൽപ്പിച്ച് ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചത് അനുഗ്രഹമായി മാറട്ടെ, വിടുതലായി മാറട്ടെ, ദൈവകൃപയായി മാറട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരം അവസരം ഒരുക്കി തന്ന കർത്താവ് ദാസനുള്ള നന്ദി അറിയിക്കുന്നു. വീണ്ടും പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആത്മനിറവോടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ലീഡ് ചെയ്യുകയും ഈ ശുശ്രൂഷ ഇത്രത്തോളം അനുഗ്രഹമായി തീരുവാൻ കാരണമായി തീരുകയും ചെയ്ത പ്രിയ അനീഷ് പാസ്റ്ററോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ സഹായിച്ച കർത്തദാസന്മാരോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ അനേക പ്രിയപ്പെട്ടവർ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാതിരുടെ ഇന്റർനാഷണൽ ചെയർമാനായ ബെൻസൺ പാസ്റ്റർ നമ്മോടൊപ്പം ഉണ്ട്. പ്രിയ ജോയിച്ചാൻ കേരള ചാപ്റ്ററിലെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന കർത്തദാസനാണ്. അദ്ദേഹം ഗുജറാത്തിലാണ്. അവിടെ നിന്നും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. അതുപോലെ ബഹ്റിൻ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററായ ഇവാഞ്ചലിസ്റ്റ് മധു അവർ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ജൂബി ചെറിയാൻ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം മറ്റ് പല പ്രിയപ്പെട്ടവരും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നാം അല്പം വൈകിയാണ് ഇന്ന് ആരംഭിക്കുവാനായിട്ടിടയായത്. അതുകൊണ്ട് തന്നെ സമയം വളരെ മുൻപോട്ട് പോയി. ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ ദൈവവചനം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൊല്ലം ചാപ്റ്ററിന് നേതൃത്വം നൽകുന്ന കർത്താവിന്റെ ദാസൻ PP രാജു അവരുകളാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കൊല്ലം പ്രവർത്തനം ആരംഭിച്ച നിമിഷം മുതൽ നമ്മോട് ചേർന്ന് ഈ പ്രവർത്തനങ്ങളോട് ചേർന്ന് വളരെ ആത്മാർത്ഥമായി സഹകരിക്കുന്ന ദൈവദാസനാണ്. ഇവിടുത്തെ പ്രവർത്തനങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റു പലരും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ കഴിയുന്നില്ല. എല്ലാവരെയും പേരുപേരായി ദൈവം അനുഗ്രഹിക്കട്ടെ. ഓരോ രാജ്യങ്ങളിലെയും പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് കർത്താവിന്റെ ദാസൻ PP രാജു അവർ നമ്മോട് സംസാരിക്കും. വളരെ ശ്രദ്ധയോടെ, വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാം.
കർത്താവിന്റെ ദാസരെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഈ യോഗം അനുഗ്രഹീതമായ നിലയിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ കർത്തദാസൻ, ഇതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാന്യ കർത്തദാസന്മാർ, ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, വിവിധ ഇടങ്ങളിലിരുന്നു കൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ, അനുഗ്രഹീതമായ നിലയിൽ ഗാനങ്ങൾ ആലപിച്ച് നമ്മെ ആത്മാവിൻ്റെ നിറവിൽ സന്തോഷിപ്പിച്ച പ്രിയപ്പെട്ടവർ, വളരെ അനുഗ്രഹീതമായ നിലയിൽ പ്രാർത്ഥന ലീഡ് ചെയ്ത ബഹുമാന്യ ദൈവദാസൻ, മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്ധ്യാവന്ദനത്തെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനവുമായി ഇപ്രകാരം ഈ പ്രാർത്ഥനാ ധ്വനിയിൽ പ്രിയപ്പെട്ടവരോട് ചേർന്ന് ദൈവവചനം പ്രസംഗിപ്പാൻ ഇങ്ങനൊരവസരം ഒരുക്കി തന്ന കർത്താവിനും ഇതിൻ്റെ ചുമതലക്കാരായ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായ നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ അനവിധമായ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തന്ന് നമ്മെ സഹായിക്കും. ഈ പ്രവർത്തനത്തെ ഇത്രത്തോളം ദൈവം അനുഗ്രഹീതമായ നിലയിൽ നടത്തുവാൻ അങ്ങയുടെ വിലപ്പെട്ട ദാസൻ ബ്ലസൻ പാസ്റ്ററെ ദൈവം ഉപയോഗിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രിയ കുടുംബത്തിനും പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം അല്പസമയം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ദൈവവചനം നന്നായി കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണ് എൻ്റെ മുമ്പിലുള്ളത്, ഈ ദൈവവചനം കേൾക്കുന്നത് എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. എങ്കിലും ദൈവത്തിൻ്റെ വചനം എപ്പോഴും നമ്മെ ജീവിപ്പിക്കുകയും നമ്മുടെ ഉള്ളിൽ ശക്തി പകരുകയും ചെയ്യുന്നതാണല്ലോ. ആകയാൽ ആ വചനം ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാത്രിയിൽ എനിക്ക് സംസാരിപ്പാൻ ദൈവാത്മാവ് എന്നെ നിയോഗിച്ചത് ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ആ പ്രാർത്ഥനയുടെ മറുപടിയും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് 2 ഭാഗങ്ങളായി പറഞ്ഞ് ഈ പ്രസംഗം അവസാനിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അതിന് ആധാരമായിട്ട് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം നാം വായിക്കുമ്പോഴും 19-ാം അധ്യായം നാം വായിക്കുമ്പോഴും ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ 2 നിലയിലുള്ള പ്രാർത്ഥനകളും ആ പ്രാർത്ഥനകൾക്ക് ദൈവം കൊടുക്കുന്നതായ മറുപടികളും നമുക്ക് കാണുവാൻ കഴിയും. അത് എനിക്ക് ലഭിച്ച സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചുരുക്കമായി സംസാരിപ്പാനായിട്ട് കർത്താവിൽ ശരണം പ്രാപിക്കുകയാണ്. നാം 20-ാം അധ്യായം വായിക്കുമ്പോൾ ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിക്കും, ശേഷിക്കയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഈ സംഭവം ഹിസ്കിയാവ് ഒരു രോഗിയായി കിടക്കുന്നതായ സമയത്ത് തൻ്റെ അടുക്കലേക്ക് യെശയ്യാവിനെ അയച്ചിട്ട് യെശയ്യാവ് തന്നോട് പറയുന്നതായ വചനമാണ് നാം ഇവിടെ വായിപ്പാനിടയായി. തന്നോട് പറയുന്നത് ഇങ്ങനെയാണ്: നീ നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, മരിച്ചു പോകും എന്ന് തന്നോട് പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ആ ശബ്ദം ഒരിക്കലും നാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനോ നമ്മുടെ ജീവിതത്തിലോ ആശ്വാസമോ സമാധാനമോ സന്തോഷമോ പകരുന്ന ഒരു ശബ്ദമല്ല കേൾപ്പാനിടയായത്. എന്നാൽ ആ ശബ്ദം താൻ കേൾക്കുമ്പോൾ ഒട്ടും നിരാശപ്പെടാതെ, ഒട്ടും ഭാരപ്പെടാതെ, ഒട്ടും ചഞ്ചലിക്കാതെ താൻ ചെയ്തതായ കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. തൻ്റെ മുഖം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചിട്ട് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ പ്രാർത്ഥനാധ്വനിയിൽ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനുവിധമായ വിഷയങ്ങളുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കേട്ട വാക്ക്
വളരെ നിരാശയും വേദനകളും ഭാരം ഉളവാക്കുന്ന ശബ്ദമാണെങ്കിലും ആ ശബ്ദത്തിന്റെ മുമ്പിൽ ഹിസ്കീയാവ് ഒട്ടും ജീവിതത്തിൽ നിരാശപ്പെടാതെ ദൈവത്തിന്റെ മുമ്പിലേക്ക് തൻ്റെ മുഖം തിരിച്ച് താൻ പ്രാർത്ഥിക്കുകയും ദൈവത്തെ ചില കാര്യങ്ങൾ താൻ ഓർപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് ആ ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നു. 3-ാം വാക്യത്തിൽ താൻ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ നിന്റെ മുമ്പിൽ വിശ്വസ്തയോടും ഏകാഗ്രത ഹൃദയത്തോടും തിരുമുമ്പിൽ നടന്നതും നിനക്ക് പ്രസാദമുള്ളത് ചെയ്തതും ഓർക്കണമേ എന്ന് ദൈവത്തോടെ പറയുന്നതായി കാണാൻ കഴിയുന്നു. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നിരാശയുടെയും വേദനയുടെയും പ്രതിസന്ധികളുടെയും വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ കേൾക്കുമ്പോൾ നാം ആ വാക്കുകളിൽ നമ്മുടെ ഹൃദയം ചായ്ക്കാതെ, ആ വാക്കുകളിൽ നമ്മുടെ ഹൃദയം അങ്ങോട്ട് വയ്ക്കാതെ നിശ്ചയമായി ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തോടെ നാം പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ ഓർപ്പിക്കുവാൻ നാം തയ്യാറായാൽ, ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ ഏതു മേഖലയിലും ദൈവം നമ്മെ വിടുവിച്ച് സഹായിച്ച് രക്ഷിക്കുന്ന ദൈവമാണെന്ന് വ്യക്തമായി ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിവിധമായ വിഷയങ്ങളുടെ നടുവിൽ ഭാരങ്ങളും വേദനകളും നിരാശകളും അനുഭവിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ നിശ്ചയമായി ദൈവം ആ കാര്യം ഓർത്തിട്ട് നമ്മുടെ വിഷയത്തിനകത്ത് നിശ്ചയമായി വിടുതൽ തരുവാൻ ശക്തനായ ദൈവമാണെന്ന് നമുക്ക് ആ വാക്യങ്ങളിൽ ശ്രദ്ധിപ്പാൻ കഴിയും. ദൈവത്തോട് താൻ പറയുകയാണ്: ഞാൻ നിന്റെ മുമ്പില് വിശ്വസ്തയോടും ഏകാഗ്രത ഹൃദയത്തോടും ഞാൻ നിന്റെ മുമ്പിൽ നടന്നത് നീ ഓർക്കേണമെന്ന് പറയുവാനിടയായി. ദൈവത്തിന്റെ മുമ്പിൽ താൻ്റെ കാര്യം, താൻ ദൈവ മുമ്പിൽ നടന്നത്, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തത്, ദൈവത്തെ ഓർപ്പിച്ചപ്പോൾ ആ ശബ്ദത്തിന്റെ മുമ്പിൽ ദൈവം ചെയ്തതായ മറുപടി നിശ്ചയമായി ആ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൂത് പറഞ്ഞതായ യെശയ്യാവ് പടിമുറ്റമിറങ്ങുന്നതിന് മുമ്പായി തിരിച്ചു ദൈവം അവനോട് സംസാരിക്കുകയാണ്. ആ വ്യക്തിയുടെ അടുക്കൽ ചെന്ന് ഹിസ്കീയാവിനോട് നീ പറയേണ്ടത് 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അറിയുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ ചെല്ലും. ശ്രദ്ധിക്കൂ പ്രിയമുള്ളവരെ, തന്നോട് യെശയ്യാവ് വന്ന് പറഞ്ഞത് നീ മരിച്ചു പോകും, ഇനിയും പ്രതീക്ഷയ്ക്ക് വകയില്ല, നിന്റെ വീട്ടുകാര്യം നീ ക്രമത്തിലാക്കിക്കോ, നിശ്ചയമായി നീ മരിക്കും, നീ ഇനിയും സൗഖ്യമാകയില്ല എന്ന് ദൂത് പറഞ്ഞപ്പോൾ ആ വ്യക്തിയെ ഹിസ്കീയാവ് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തെ ചില കാര്യങ്ങൾ അവൻ ഓർപ്പിക്കുകയാണ്. ദൈവമേ, ഞാൻ നിന്റെ മുമ്പിൽ നടന്നത്, ഞാൻ ഏകാഗ്രതയോട് നിന്നെ സേവിച്ചത്, ഞാൻ നിനക്ക് പ്രസാദമുള്ളത് ചെയ്തത് നീ ഒന്ന് ഓർക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് അവൻ ആമീൻ പറയുന്നതിന് മുമ്പായി ഈ ദൂത് പറഞ്ഞ യെശയ്യാവിനെ ദൈവം തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് അയച്ചിട്ട് ഹിസ്കീയാവിനോട് പറയുകയാണ്: ഞാൻ ദാവീദിന്റെ ദൈവമാണ്, നിന്നെ ഞാൻ സൗഖ്യമാക്കും, നിന്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥിച്ച വിഷയത്തിന് ഞാൻ മറുപടി തരും, ഞാൻ നിന്റെ കണ്ണുനീര് കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും, 3-ാമത്തെ ദിവസം നീ ആലയത്തിലേക്ക് പോകും. ഇന്ന് രാത്രിയിൽ ആ വചനത്തെ ചേർന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുവാൻ എനിക്ക് കഴിയുന്നത്, കേൾക്കുകയില്ല, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയില്ല, ജീവിതത്തിൽ ഇനി ഒരു വിടുതലില്ല എന്ന് ഏതെങ്കിലും മേഖലയിൽ നമ്മെ നിരാശപ്പെടുത്തുന്ന അവസ്ഥകൾ ഉണ്ടെങ്കിൽ
ഇന്ന് രാത്രിയിൽ ഈ വചനത്തോട് ചേർന്ന് ആമീൻ പറയാൻ കഴിയുമെങ്കിൽ നിശ്ചയമായി നാം ആയിരിക്കുന്ന ഇടത്ത്, നമ്മുടെ ഭവനാങ്കണത്തില്, നാം ആയിരിക്കുന്ന മേഖലയ്ക്കകത്ത് ഈ രാത്രി നമ്മെ ഓർത്ത്, നമ്മെ സൗഖ്യമാക്കി, നമ്മെ വിടുവിച്ച് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ കരുത്തുള്ള ഒരു ദൈവമാണെന്ന് ഈ രാത്രി നാം തിരിച്ചറിയുക. ചില മേഖലയിൽ, ചില കുടുംബത്തിനകത്ത്, ചില വ്യക്തികളുടെ ജീവിതത്തിനകത്ത് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിശ്ചയമായ ഒരു വിടുതൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ ആത്മാവിൽ കാണുകയാണ്. നടക്കുകയില്ല, ഇനിയും തിരിച്ചു വരികയില്ല, ഇനിയും പ്രതീക്ഷയ്ക്ക് വകയില്ല, ഇനി ജീവിതത്തിൽ ഒരു വിടുതൽ കാണുകയില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നതായ വിഷയത്തിനകത്ത് ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി ചില വിടുതലുകൾ അയക്കുന്നുവെന്ന് ദൈവാത്മാവിൽ ഞാൻ അർപ്പിക്കുന്നു. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചപ്പോൾ ഇതാ അവന്റെ അടുക്കലേക്ക് ദൈവത്തിന്റെ മറുപടി വരികയാണ്. ഇന്ന് രാത്രി ദൈവത്തെ നാം ഓർപ്പിക്കുവാൻ, കർത്താവേ, ഞാൻ നിന്റെ മുമ്പിൽ നടന്നത്, ഞാൻ നിനക്ക് പ്രസാദമുള്ളത് ചെയ്തത്, ദൈവമേ നീ ഒന്ന് ഓർക്കണമേ എന്ന് ദൈവത്തെ ഒന്ന് ഓർപ്പിക്കാൻ ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന ഞാനും നിങ്ങളും തയ്യാറായാൽ, നിരാശപ്പെടുന്ന, വേദനപ്പെടുന്ന, ഭാരപ്പെടുന്ന ചില വിഷയത്തിനകത്ത് വിടുതലിന്റെ കരവുമായി ഇന്ന് രാത്രി കർത്താവ് ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ അസാധാരണമായ ഒരു വിടുതൽ, അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുമെന്ന് ഞാൻ അസാധാരണമായി വിശ്വസിക്കുന്നു. കാരണം അതെന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞതായ ഒരു വ്യക്തിയാണ്. 2015 പെട്ടെന്ന് എനിക്കൊരു ശ്വാസം മുട്ടലുണ്ടായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയതിനു ശേഷമായിട്ട് ആന്റിഗ്രാം ചെയ്തപ്പോൾ 4 ബ്ലോക്ക് ഉണ്ടെന്ന് ഡോക്ടർമാർ വിധി എഴുതി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ബൈപ്പാസ് ചെയ്യുവാൻ വേണ്ടി ഡോക്ടർമാർ പറഞ്ഞു. എന്നാൽ ബൈപ്പാസ് ചെയ്യാതെ, ഒരു മരുന്നും ചെയ്യാതെ 2015 മുതൽ ഇന്നുവരെ ജീവിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് അവസരം നൽകി. കാരണം പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. ഒരു മരുന്നുമില്ലാതെ, ഒരു ഗുളികയുമില്ലാതെ, ബൈപ്പാസ് ചെയ്യാതെ എന്റെ ദൈവം ഇന്നയോളം എന്നെ നിർത്തുവാനിടയായി. ഞാൻ ഇന്ന് രാത്രിയിൽ പറഞ്ഞത്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹിസ്കിയാവിനോട് തന്റെ വീട്ടുകാര്യം ക്രമപ്പെടുത്തുവാൻ പറഞ്ഞപ്പോൾ അവൻ ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പാൻ തയ്യാറായി. ഇന്ന് രാത്രിയിൽ ദൈവമുഖം അന്വേഷിക്കുന്ന ആരെയും നിരാശരായി ഭാരപ്പെടുത്തി വിടുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവമെന്ന് ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ആയിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരോടും ദൈവാത്മാവില്, അനുഭവത്തിന്റെ വെളിച്ചത്തില്, വചനത്തിന്റെ ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് ഞാൻ ഈ രാത്രിയിൽ പ്രസ്താവിക്കട്ടെ. ഹിസ്കിയാവിനോട് വന്ന് ആ യെശയ്യാവ് പറയുകയാണ്, നീ മരിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും രോഗത്താൽ, ഏതെങ്കിലും പ്രതിസന്ധികളാൽ ഭാരപ്പെട്ട്, നിരാശപ്പെട്ട്, ഇനിയും പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ, ദൈവത്തെ ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ കുടുംബത്തിനകത്തേക്ക്, നാം ആയിരിക്കുന്ന സ്ഥലത്തേക്ക് ദൈവത്തിന്റെ വിടുതലുകൾ ഇറങ്ങി വിടുമെന്ന് ആത്മാവിൽ ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുന്നു. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗത്ത് നാം 20-ാം അധ്യായത്തിൽ വായിക്കുന്നത്, അവനെ സൗഖ്യമാക്കി. ദൈവത്തിന് സ്തോത്രം. അവന്റെ ജീവിതത്തില് അവന്റെ കണ്ണുനീരിനെ മാറ്റുവാനിടയായി. മറ്റൊന്ന്, ദൈവത്തിന്റെ ആലയത്തിലേക്ക് അവന് പോകുവാൻ അവസരമുണ്ടായി. ഇനിയും പോകുകയില്ല, നിനക്കിനി നടക്കാൻ കഴിയയില്ല, ഇനി ആലയത്തിൽ നീ പോകുകയില്ല എന്ന് പറഞ്ഞ് ആ മേഖലയിൽ അവനെ ഒതുക്കിയെങ്കിലും സ്വർഗസ്ഥനായ ദൈവം അവന്റെ പ്രാർത്ഥനയുടെ നടുവില് അവന് വേണ്ടി അത്ഭുതം ചെയ്തതായിട്ട് നാം ദൈവത്തിന്റെ വചനത്തിൽ കാണാൻ കഴിയുന്നു. സമയം മുൻപോട്ട് കടന്നു പോകുന്നത് കൊണ്ട് 2-ാമത്തെ ഭാഗം കൂടെ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുവാനായി ആഗ്രഹിക്കുന്നു. 2-ാമത്തെ ഭാഗം 19-ാം അധ്യായം വായിക്കുമ്പോൾ ഹിസ്കിയാവിനെതിരായിട്ട്
ഇത് അശ്ശൂർ രാജാവായ സൻഹരീബും തന്റെ കൂട്ടരുമായി പല നിലയിലുള്ളതായ വാക്കുകൾ പറഞ്ഞ് ഹിസ്കിയാവിനെ നിരാശപ്പെടുത്തുന്നതായി, വേദനപ്പെടുത്തുന്നതായി കാണാൻ കഴിയുന്നു. 18-ാം അധ്യായം നാം വായിക്കുമ്പോൾ 28 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ മഹാരാജാവ് അശ്ശൂർ രാജാവിന്റെ വാക്കുകൾ എന്ന് പറഞ്ഞിട്ട് രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു: ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത്. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, നിങ്ങൾ അവന് ചെവി കൊടുക്കരുത് എന്ന് പറഞ്ഞ് അവനെ നിരാശപ്പെടുത്തുന്ന നിലയിൽ ഉള്ളതായ വാക്കുകൾ പറയുന്നതായി കാണാൻ കഴിയുന്നു. അശ്ശൂർ രാജാവായ സൻഹരീബും തന്നോട് കൂടെയുള്ള ആളുകളും തന്നെ നിരാശപ്പെടുത്തുന്നതായ നിലയിൽ താൻ ഒരു ചതിയനാണ്, തന്റെ വാക്കുകൾ കേൾക്കരുത്, ഹിസ്കിയാവിനോട് നിങ്ങൾ കൂട്ടുകൂടരുത് എന്നൊക്കെ പറഞ്ഞ് അവനെതിരായിട്ട് ചില രേഖകൾ എഴുതി ആ ദൂതന്റെ കൈവശം കൊടുക്കുന്നതായിട്ട് നമുക്ക് 19-ാം അധ്യായത്തിൽ കാണുന്നു. 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഹിസ്കിയാവ് ആ രേഖ അവരുടെ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതിനു ശേഷം ദൈവത്തിന്റെ ആലയത്തിൽ അവൻ വിടർത്തി വെച്ചു, ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി. ഇന്ന് രാത്രിയിൽ അവിടെ നിന്നുകൊണ്ട് ആത്മാവിൽ എനിക്ക് പറയാനുള്ളതായ കാര്യം, ദൈവത്തിന്റെ മക്കളെ, ദൈവദാസന്മാരെ, നമ്മുടെ ശുശ്രൂഷയ്ക്കെതിരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിനെതിരെ, നമ്മുടെ മുൻപോട്ടുള്ള ഗമനത്തിനെതിരെ ഏതെല്ലാം ശക്തികൾ ഒരുമിച്ച് ഏതെല്ലാം രേഖകൾ എഴുതി നമ്മെ തകർക്കാൻ നോക്കിയാൽ, ഏതെല്ലാം വാക്കുകളിൽ നമ്മെ കൊടുക്കാൻ നോക്കിയാൽ, ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഹിസ്കിയാവിന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തതായ ആ എഴുത്തു വാങ്ങിച്ച് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ നിവർത്തി വെച്ച് ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി. ഇന്ന് രാത്രി നമ്മുടെ പ്രശ്നങ്ങളെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ വെച്ച് ദൈവത്തോട് നാം പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞാൽ അതിന്റെ മറുപടി ഉടനെ തന്നെ ലഭിക്കുന്നതായിട്ട് നമുക്ക് ആ വേദഭാഗത്തിൽ വായിപ്പാൻ കഴിയുന്നു. താൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി നമുക്ക് കാണാൻ കഴിയുന്നത് 20-ാം വാക്യം വായിക്കുമ്പോൾ 19-ന്റെ 20 വായിക്കുമ്പോൾ യെശയ്യാവിനെ ഹിസ്കിയാവിന്റെ അടുക്കലേക്ക് അയച്ചിട്ട് പറയുകയാണ്: ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ അശ്ശൂർ രാജാവായ സൻഹരീബ് നിമിത്തം എന്നോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ കാണുവാൻ കഴിയുന്നത്, ഹിസ്കിയാവേ, നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. ദൈവം കേട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ മറുപടിയൂടെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? അതിന്റെ 32-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: അതുകൊണ്ട് അശ്ശൂർ രാജാവിനെ കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ ഈ നഗരത്തിൽ ഇനിയും വരികയില്ല, ഒരമ്പും അവിടെ എയ്യയില്ല, അതിന്റെ നേരെ പരിചയോടുകൂടെ വരികയില്ല, അതിന് എതിരെ വാട കോരുകയുമില്ല, അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, സൻഹരീബും തന്നോട് കൂടെയുള്ള ആളുകളും ഒരുമിച്ച് ഹിസ്കിയാവിനെതിരായി രേഖകൾ ഉണ്ടാക്കി, അവനെതിരായി സംസാരങ്ങൾ ഉണ്ടാക്കി, അവനെതിരായി പലതും ഉണ്ടാക്കി. എന്നാൽ ഹിസ്കിയാവ് ചെയ്തത് ആ രേഖ ദൈവത്തിന്റെ സന്നിധിയിൽ നിവർത്തി വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവനെ എയ്യാൻ വന്ന സൻഹരീബിനോടുള്ള ദൂത് ദൈവം പറയുകയാണ്, അവൻ ഇനി ഒരമ്പും എടുക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, ഇനി അവൻ നഗരം പിടിക്കാൻ വേണ്ടിയാണ് വരുന്നെങ്കിൽ ഇനി അവൻ ആ നഗരം പിടിക്കയില്ല. അവൻ ഏതെല്ലാം നിലയിൽ നിനക്കെതിരെ വാടകോരാൻ വന്നാൽ അവൻ ഇനിയും നിന്റെ അടുക്കൽ വരികയില്ല. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വായിക്കുന്നത്, അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്നുകൊണ്ട് ആത്മാവിൽ ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്നതായ തന്റെ ജനത്തോട് ദൈവാത്മാവിൽ ദൂതായി ഞാൻ പറയട്ടെ, പ്രിയമുള്ളവരെ, നമ്മെ എയ്യുവാൻ, നമ്മുടെ ശുശ്രൂഷകളെ എയ്യുവാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തെ എയ്യുവാൻ സൻഹരീബിന്റെ ശക്തികൾ എത്ര അധികാരമായ രീതിയിൽ നമ്മുടെ നേരെ കടന്നു വന്നാലും ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തോട് പറയുന്നു,
അവൻ നിന്നെ എയ്യുകയില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ ഇനി നിന്റെ നഗരത്തിൽ കടക്കുകയില്ല. അവൻ നിന്റെ അടുക്കലേക്ക് ഇനി വരികയില്ല. അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും. ഇന്ന് രാത്രിയിൽ ഈ ദൂത് അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മെ തകർത്ത് കളയുവാൻ, ഇല്ലാതെയാക്കുവാൻ, ജീവിതത്തിൽ നിരാശപ്പെടുത്തുവാൻ ഏതെല്ലാം നിലയിൽ ശത്രുവായവനോ അവന്റെ ആയുധപ്പുരയിലെ എല്ലാ ആയുധങ്ങളും ഒരുമിച്ച് ഉപയോഗിച്ചാൽ, ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഒരമ്പ് വെയ്യാതെ അത് നിന്റെ അടുക്കലേക്ക് വരാതെ ഇന്ന് രാത്രിയിൽ അതിനെ മടക്കി അയക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ദൈവത്തെ ഇന്ന് രാത്രി സ്തുതിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ അവനെതിരെ വന്നതായ പലവിധമായ വാക്കുകളുടെ നടുവിൽ തന്റെ നഗരത്തെ, തൻ്റെതായ ജീവിതത്തെ തകർത്ത് കളയുവാൻ വന്നപ്പോൾ, എഴുത്തുകൾ എഴുതി തന്നെ നിരാശപ്പെടുത്തുവാൻ വന്നപ്പോൾ, അതെല്ലാം ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ നിവർത്തി വെച്ചു. ഇന്ന് രാത്രിയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുവാൻ, മുൻപോട്ടുള്ള ഗമനത്തെ ഇല്ലാതെയാക്കുവാൻ, ശുശ്രൂഷകളെ ഇല്ലാതെയാക്കുവാൻ ഏതെല്ലാം നിലയിൽ ശത്രുവിന്റെ ആയുധപ്പെരയിലെ ആയുധങ്ങൾ ഒരുമിച്ച് നമുക്കെതിരെ ഉണ്ടാക്കിയാലും ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ അത് നിവർത്തി വെച്ച് ദൈവത്തോട് നാം പ്രാർത്ഥിക്കുവാൻ മനസ്സ് വെച്ചാൽ, ഇന്ന് രാത്രിയിൽ അശൂർ രാജാവിനായിരിക്കുന്ന സൻഹരീബിനോട് ഇടപെട്ട ദൈവം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ചിലരോട് ഇടപെടുവാൻ അവൻ ശക്തനായ ദൈവമെന്ന് ഈ രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരുമിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയട്ടെ. സൻഹരീബിന്റെ ആലോചനകളെ നിഷ്ഫലമാക്കിക്കൊണ്ട് അവന്റെ അമ്പുകള് എയ്യാൻ കഴിയാത്ത നിലയിൽ, ഹിസ്കിയാവിന്റെ നഗരത്തിൽ കടക്കാൻ കഴിയാത്ത നിലയിൽ ദൈവം അവനു വേണ്ടി പ്രവർത്തിച്ചു. കാരണം പ്രാർത്ഥനയാണ്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ പ്രാർത്ഥനയെ ജയിക്കുന്ന ഒരു ശക്തിയുമില്ല, പ്രാർത്ഥനയെ ജയിക്കുന്ന ഒരു രേഖകളുമില്ല. പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി ദൈവാത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ആകയാൽ ഈ പ്രാർത്ഥന ധ്വനിയിൽ കൂടെ അനേക പ്രിയപ്പെട്ടവർക്ക് വിടുതലും ആശ്വാസവും അനുഗ്രഹവും ദൈവിക പ്രവൃത്തിയും ഉണ്ടാകട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഓരോ മേഖലയിലും ഓരോ ഇടങ്ങളിലും ദൈവം തന്റെ പ്രവൃത്തികൾ ചെയ്തെടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ രാത്രിയിൽ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഒരു നിമിഷം കൂടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ ഇന്ന് രാത്രിയിൽ ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണം. അവരവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ വിടുതലുകളും ദൈവിക അനുഗ്രഹങ്ങളും നൽകണമേ. ഈ പ്രാർത്ഥനാ ധ്വനിയുടെ ഈ പ്രവർത്തനം അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവുമായി തീരണമേ എന്ന് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് അനുഗ്രഹിക്കണം. ഇതിനു മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കർത്താവ് അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രിയിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് രാജു എന്നാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു ശുശ്രൂഷകനായി അടൂരിനടുത്ത നിലമേൽ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്തൃവേലയിലായിരിക്കുന്നു. ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളിൽ കൂടെയാണ് ഈ കർത്താവിന്റെ സന്നിധി നിൽക്കുവാനിടയായത്. 45 പരം വർഷമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 7 വർഷത്തിനു മുമ്പ് എനിക്ക് ലഭിച്ച രണ്ടാമത്തെ മകൻ, 26 വയസ്സുള്ള മകൻ, പെട്ടെന്ന് അറ്റാക്ക് വന്ന് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയായി. അത് ഞങ്ങളുടെ ശുശ്രൂഷയുടെ ജീവിതത്തിൽ വലിയൊരു ഭാരമായി തീർന്നെങ്കിലും ഞങ്ങൾ തളർന്നു പോകാതെ ഈ ശുശ്രൂഷയിൽ നിൽക്കുവാൻ ദൈവമായ കർത്താവ് അവസരം നൽകി. സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ 15 പരം സുവിശേഷ വിരോധികൾ, പരസ്യോഗമാണ് എൻ്റെ ശുശ്രൂഷയുടെ ഏറിയ പങ്കും, പൊതു ശുശ്രൂഷകളും അപ്പോൾ തന്നെ കർത്താവ് തന്നതായ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നു. 15 പരം സുവിശേഷ വിരോധികൾ എന്നെ ക്രൂരമായി മർദ്ദിക്കുവാനിടയായി. അത് നിമിത്തമായി എൻ്റെ 2 കരണങ്ങൾ പൊട്ടി 1 മാസം ബോധമില്ലാത്ത നിലയിൽ ഞാൻ വീട്ടിൽ കിടന്നു. ഹോസ്പിറ്റലിൽ മരുന്നുകളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല, ഇന്നും ഉപയോഗിക്കാറില്ല. എന്നാൽ ദൈവം അത്ഭുതകരമായ ദൈവം
വിടിവിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കിപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ രണ്ടുപേരും സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ, ഒരാൾ ട്രിവാൻഡ്രത്തും ഒരാൾ ഞങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നു. ഇപ്പോൾ ശാരീരികമായിട്ട് ഒത്തിരി ബലഹീനതകളും ക്ഷീണങ്ങളും ഉണ്ടെങ്കിലും ഇന്നും പരസ്യോഗങ്ങളിൽ ഞങ്ങൾ മുൻപോട്ട് കടന്നു പോകുന്നവര് അനേകരെ കർത്താവിങ്കിലേക്ക് നയിക്കുന്നു. ഇപ്പോൾ ഒരു പുതിയ സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവർ ഷുഗറും പ്രഷറും ആയിട്ട് അല്പം പ്രയാസത്തിലാണ്. മകന്റെ മരണത്തിനു ശേഷം ഒത്തിരി പ്രതിസന്ധികൾ കൂടെ കടന്നു പോകുന്നെങ്കിലും തളരാതെ കർത്താവിന്റെ വേലയിൽ ഞങ്ങളായിരിക്കുന്നു. ഈ ഗ്രൂപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന ഈ തരുണത്തിൽ അർപ്പിച്ചുകൊണ്ട് അവസരം നൽകിയ പ്രിയപ്പെട്ടവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകൾ ദേവദാസന്റെ സാക്ഷ്യത്തോടൊപ്പം കേൾക്കുവാൻ നമുക്കിടയായി തീർന്നല്ലോ. കർത്താവ് വിളിച്ച നാൾ മുതൽ വിശ്വസ്തയോടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ ദേവദാസനെ കർത്താവ് ഒരുക്കുന്നു. നിരവധിയായ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, മരണക്കിടക്കകൾ, വേർപാടിന്റെ വേദനകളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും വളരാതെ നിൽപ്പാൻ തനിക്ക് ദൈവം പകർന്ന വലിയ കൃപയോർത്ത്, വലിയ ധൈര്യമോർത്ത്, പ്രത്യാശയോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം കർത്താവിന്റെ ദാസൻ അറിയിച്ച സന്ദേശത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്നവർ ഏത് പ്രതിസന്ധിയിൽ പെട്ടുപോയാലും, ഏത് പ്രതികൂലങ്ങളിൽ പെട്ടുപോയാലും, ഏത് ശത്രുവിന്റെ വെല്ലുവിളിക്ക് മുമ്പിൽ പെട്ടുപോയാലും അവിടെ നിന്നെല്ലാം അവരെ കൈപിടിച്ചുയർത്തി കരകയറ്റി മുൻപോട്ട് നടത്തുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം ഇന്നും നമ്മോടൊപ്പം ഉണ്ട്. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ജീവോരിയും നമ്മെ നടത്തുന്ന ദൈവമാണ്. ആ കർത്താവിനെ ഒരുമിച്ച് പിന്നെയും മഹത്വപ്പെടുത്താം. കേൾക്കപ്പെട്ട വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കേൾക്കപ്പെട്ട ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ സമർപ്പിച്ചുകൊണ്ട് പ്രിയ കർത്തൃദാസനെയും കുടുംബത്തെയും താൻ പറഞ്ഞ പ്രാർത്ഥനാ വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജൂബി ചെറിയാൻ പാസ്റ്റർ ഈ പറയപ്പെട്ട വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ അൺമ്യൂട്ട് ചെയ്യണേ. ജൂബി പാസ്റ്ററിന് കേൾക്കാമോ? അൺമ്യൂട്ട് ആയല്ലോ പാസ്റ്റർ. ബെൻസൺ പാസ്റ്റർ ലൈനിലുണ്ടെങ്കിൽ ബെൻസൺ പാസ്റ്റർ ഉണ്ടോ? പാസ്റ്റർ കേൾക്കാമോ? സ്നേഹവാനായ ദൈവമേ, വിശ്വസ്ത കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന തുനി കേരള ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് തൃപ്പാതിരയെ കടന്നു വരുവാനും പ്രാർത്ഥിപ്പാനും ദൈവം ഒരുക്കിയ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി ആത്മാവിൽ ദൈവത്തെ ആരത്തിപ്പടയായല്ലോ. അനേക വിഷയങ്ങളെ ഓർത്ത് മധ്യസ്ഥ അണയ്ക്കുക ദൈവം ഒരുക്കിയ നല്ല നിമിഷത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ പ്രിയ ചെയർമാൻ, പ്രിയ പാസ്റ്റർ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യവും ദൈവത്തിന് കുഞ്ഞിനുമേ ദൈവം അയക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവസാനമായി ഞങ്ങളുടെ കേൾപ്പിച്ച ദൈവീയ ശബ്ദത്തിനായി സ്തോത്രം. കർത്താവെ, ഹല്ലേലൂയ. ദൈവസ്നാഥിൽ വാവിട്ട് കരഞ്ഞപ്പോൾ തന്റെ ആയുസ്സിനെ നീട്ടിക്കൊടുത്തത് മാത്രമല്ല, തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത
ദൈവത്തിന്റെ സാക്ഷ്യങ്ങൾ അനുഭവങ്ങളൊക്കെ കേൾക്കുന്ന നല്ല നിമിഷത്തിനായി സ്തോത്രം. വചനം സൂക്ഷിച്ച് ഞങ്ങളുടെ ദാസനെ ബലപ്പെടുത്തി കൃപയ്ക്കായി സ്തോത്രം. എല്ലാവിധ അനുഗ്രഹത്താൽ ശക്തമായി ഞങ്ങളുടെ അഭിഷേകത്തെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ ഞങ്ങളുടെ ദാസനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. കേരളത്തിന്റെ ചാപ്റ്ററിലുള്ള എല്ലാ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തുടർന്ന് പ്രാർത്ഥന മാനേജിംഗ് കൗൺസിലും ഇനി നടക്കാൻ പോവുകയാണെങ്കിൽ അവിടെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വം കർത്താവിനെ അർപ്പിക്കുന്നു. പ്രാർത്ഥനയായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയായാലും അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ച് ഈ ശുശ്രൂഷ മനോഹരമാക്കി തീർത്ത കർത്താവിന്റെ ദാസൻ ജിതിൻ ജോൺസൺ പാമ്പാടി, പ്രാർത്ഥനാ വിഷയങ്ങൾ ലീഡ് ചെയ്ത അനീഷ് ജോർജ് പാസ്റ്റർ, പ്രാർത്ഥനയിൽ സഹായിച്ച പ്രിയപ്പെട്ടവർ, അതോടൊപ്പം തന്നെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന ഇന്ന് രാത്രികാലം നമുക്ക് നൽകി തന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പി രാജു അവർകൾ, മറ്റെല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.